ദൈവത്തിന് മഹത്വം. 2 കൊരിന്ത്യർ 1:4 ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. 2 കൊരിന്ത്യ ലേഖനം പൗലോസ്ലീഹ കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നതും യെരുശലേമിൽ നിന്നുള്ള കത്തുമായി കൊരിന്തിലെത്തിച്ചേർന്ന ചില യഹൂദ ക്രിസ്ത്യാനികൾ വേറൊരു സുവിശേഷം അറിയിക്കുന്നുവെന്നും പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നുവെന്നുള്ള വാർത്ത പൗലോസിനെ അസ്വസ്ഥനാക്കി തീർത്തപ്പോൾ ഈ 2-ാം ലേഖനം താൻ അവർക്ക് എഴുതുകയാണ്. 1-ാം അധ്യായം മുതൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 10 പ്രാവശ്യം ആശ്വാസം എന്ന വാക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സലിവുള്ള പിതാവ്, സർവാശ്വാസം നൽകുന്ന പിതാവ്, ത്രിയേക ദൈവത്തെ ആശ്വസിപ്പിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. C.H. സ്പർജൻ പറഞ്ഞിരിക്കുന്നത് ആശ്വാസം ആവശ്യമില്ലാത്ത 2 കൂട്ടരേ ഉള്ളൂ. അത് ജനിക്കാത്തവർക്കും മരിച്ചു പോയവർക്കുമാണ്. അവർക്ക് ആശ്വാസം വേണ്ട. കേവലം സഹതപിക്കുവാനല്ല, പ്രത്യുത മറ്റുള്ളവരുടെ കഷ്ടങ്ങളിലും വേദനകളിലും അവരോട് ചേർന്ന് നിന്ന് നീ കടന്നു പോകുന്ന കഷ്ടാനുഭവം എന്തെന്ന് എനിക്ക് അറിയാം എന്ന് പറയത്തക്കവണ്ണം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം ആശ്വസിപ്പിക്കുന്നവർ ആയിത്തീരണമെന്നാണ് പൗലോസ്ലീഹ അനുഭവത്തിലൂടെ തെളിയിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആശ്വാസങ്ങളെക്കുറിച്ച് തത്വം പറയുകയായിരുന്നില്ല. സ്വന്തം അനുഭവത്തിലൂടെ നമ്മുടെ കർത്താവ് കഷ്ടതയിൽ നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവിനെ ആശ്വസിപ്പിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. പൗലോസ്ലീഹ പറയുന്നു, ദൈവം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു. ഞങ്ങളുടെ ഞങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ വർധനവുണ്ടാക്കുന്നു. ഏത് കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ അത് കാരണമാകുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങൾ പെരുകും തോറും ആശ്വാസങ്ങളും വർദ്ധിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. കഷ്ടങ്ങൾ തരുന്നുവെങ്കിൽ ആശ്വാസവും അവിടുന്ന് തരുന്നു. നമ്മുടെ കഷ്ടങ്ങൾ നമ്മളിൽ തന്നെ തീരുകയല്ല, ആ കഷ്ടങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശ്വാസങ്ങൾ അനേകരെ കഷ്ടത്തിൽ അവരുടെ കൂടെ നിൽക്കുവാൻ നമ്മെ
കഷ്ടങ്ങൾ നോക്കി വിലപിക്കുകയല്ല. ഒരു തുലാസിൽ കഷ്ടം വെച്ച് തൂക്കി നോക്കിയാൽ മറ്റേ തുലാസിൽ ആശ്വാസം തികയുന്നുണ്ട്. ഇത് രണ്ടും ബാലൻസ് ചെയ്താണ് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആകയാൽ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. കഷ്ടങ്ങൾ മാത്രമല്ല, തിരുമുഖത്ത് നിന്ന് നമുക്ക് ആശ്വാസങ്ങളും നൽകുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവെ, ഇന്നത്തെ ദിവസം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം ദൈവനിർണയവും അനേകരെ ആശ്വസിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വിടുതലിൻ്റെയും ദിവസമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.